ഇനി പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ഹാഷ്യ സീരീസ് നടന്നിരിക്കുകയാണ്. ആദ്യത്തെ ടെസ്റ്റ് പെർത്തി വെച്ച് നടന്ന ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഫാസ്റ്റ് ബോളർമാരുടെ ഒരു നേതൃത്വമാണ് കണ്ടത്. മിച്ചൽ സ്റ്റാർക്ക് തുടങ്ങി ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തത്. ആദ്യത്തെ ഓവറിൽ തന്നെ കോഹ്ലി മിച്ചൽ സ്റ്റാർക്കിൻ്റെ പന്തിൽ ഔട്ട് ആവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഒരു 33 റണ്ണ് പാർട്ണർഷിപ്പുമായി ഡക്കറ്റും ഒലിപോപ്പും. പിന്നെ ഒലിപോപ്പിനെ മിച്ചൽ സ്റ്റാർക്ക് ഡക്കറ്റിനെ മിച്ചൽ സ്റ്റാർക്ക് ഔട്ടാക്കുകയായിരുന്നു LBWയിലൂടെ. പുള്ളി 20 പന്ത് 21 എടുത്തു. അവരുടെ ടോപ്പ് സ്കോററായ അവരുടെ വൈസ് ക്യാപ്റ്റനായ ഹാരി ബ്രൂക്കാണ്. പുള്ളി 61 പന്തിൽ 52 എടുത്തിരുന്നു. പിന്നെ ഒലിപോപ്പ് 46 റണ്ണ് എടുത്തിരുന്നു. ക്യാമറോൺ ഗ്രീനാണ് ഒലിപോപ്പിനെ ഔട്ടാക്കിയത്. പിന്നെ വന്ന എല്ലാവരും 1-6-0-0-6. പിന്നെ ജെയ്മി സ്മിത്ത് 33 റണ്ണും 22 ബോളും എടുത്തു. അങ്ങനെയാണ് അവർ 172 എന്ന സ്കോറിലേക്ക് എത്തിയത്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്കിന് 7 വിക്കറ്റും ക്യാമറോൺ ഗ്രീന് 1 വിക്കറ്റും ഡോഗറ്റ് എന്ന് പറഞ്ഞ അവരുടെ പുതിയ കമൻസിന് വരെ വന്ന പുള്ളിക്ക് 2 വിക്കറ്റുമാണ് ലഭിച്ചത്. ഈ തുപ്പുന്ന പന്തുകളായിട്ട് എറിഞ്ഞ മിച്ചൽ സ്റ്റാർക്കിന്റെ ബോളിങ്ങിൽ അവരെല്ലാവരും പെട്ടുപോവുകയാണ് ഇംഗ്ലണ്ട്. അവരങ്ങനെ 32.5 ഓവർ ഔട്ടായി. മറുപടി ഇല്ലാതെ അവർ ഔട്ടാവുകയാണ്. പിന്നെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയനെ തിരിച്ചടിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് ആദ്യത്തെ ഓവറിൽ തന്നെ ജോഫ്ര ആർച്ചർ ജേക്ക് വെതർലൻഡിനെ ഔട്ടാവുകയാണ്. പിന്നെ ലംബുഷേന് 9 തുടങ്ങി എല്ലാവരും ഔട്ടായി. ആരും 30 കൂടുതൽ എടുത്തിട്ടില്ല. അലക്സ് ക്യാരിയാണ് അവരുടെ 26 പന്ത് 26 ടോപ്പ് സ്കോറർ. പിന്നെ ഗ്രീൻ 24, ഹെഡ് 21 വെച്ച് എടുത്തു. പിന്നെ ക്യാപ്റ്റനായ സ്മിത്ത് 17 റണ്ണും. ക്യാപ്റ്റനായ ബെൻ സ്റ്റോക്സ് ബോളിങ്ങിന് 5 വിക്കറ്റും 23 റണ്ണുമാണ് എടുത്തത്. അങ്ങനെയാണ് അവർ 123-ൽ 9 എന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ. ഒന്നാം ദിവസം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് അവർക്ക് ഇനി 49 റണ്ണും കൂടെ എടുക്കാനുണ്ട് ഓസ്ട്രേലിയക്ക്. അപ്പോൾ ആര് ജയിക്കുമെന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ വിവരങ്ങളായിട്ട് പിന്നെ കാണാം.